എന്റെ ചങ്ങായി കോട്ടക്കൽ ഒരു കടയിൽ പണിക്ക് കയറിയിട്ടുണ്ട്. അവൻ അവിടെ ഒരു പണിയും ഇല്ലാതെ ഇരിക്കുകയാണ്. അവന് പോയി എന്തെങ്കിലും ഒരു പണി കൊടുക്ക്. പണി കൊടുത്ത് മുടിപ്പിക്കും. ഒന്നും നോക്കില്ല, നേരെ വിട്ടുവിട്ടാ. റബീബിനെ വിളിച്ച പറഞ്ഞു ജെയിൻ മൊബൈൽസ് ആണ്, ബസ് സ്റ്റാൻഡിന്റെ അടുത്താന്ന് പറഞ്ഞു. ഒന്നും നോക്കില്ല, ഒറ്റ പോ കേറി പാടേണ്ട. അവിടെ ചെക്കൻ വെറുതെ ഇരിക്കും തോന്നി. അതിലും വരെ നമുക്ക് പണി കൊടുക്കലാണ് തുടങ്ങാം. ഐഫോണിന്റെ സ്ക്രീൻ കാർഡ് ഉണ്ടോ? ഒന്നും നോക്കില്ല, നമ്മൾ ഐഫോണിന്റെ സ്ക്രീൻ കാർഡ് നിന്ന് തുടങ്ങി. ഇനി എല്ലാതും വലിച്ചു വരട്ടിട്ടേ കാര്യമുള്ളൂ. ഓന്റെ കുറച്ച് ദിവസമായിട്ടുള്ള പരാതി തന്നെയല്ല റബീബിനോട്. എനിക്ക് പണിയൊന്നും ഇല്ലടാ, പുതിയ കടി കയറ്റി അവന്റെ പണി ഞാൻ തീർത്തു കൊടുക്കും. ഉള്ളിൽ കുറച്ചെല്ലാം വലിച്ചിട്ടാണ് അതിൽ പുറത്തേക്ക് ഇറങ്ങി. അവിടെ ഉണ്ട് കുറെ സാധനങ്ങൾ വരും കിട്ടും. എന്തുള്ളത്? സ്പെഷ്യൽ റേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ അടിയത്തെഴുതാ മേലത്തെ പോളിച്ച് എനിക്ക് അതെന്നെ വേണം. ഇത് വേണം. ഈ അടിയിൽ തന്നെ ഇതൊക്കെ കാണുമ്പോ ചെക്കൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും എന്തൊരു എന്തൊരിത് ഇങ്ങനെയുണ്ടൊരിത്, അല്ലെങ്കിൽ തന്നെ ആകെ ഒരു ഇതായിട്ട് ഇരിക്കപ്പെടെ. അത് കഴിഞ്ഞപ്പോ പിന്നീട് ഉള്ളിൽ കയറി. അവിടെ എന്തോ ഡ്രോൺ ഉണ്ട്, അത് കാണിച്ചോണ്ടായിരുന്നു. ചെക്കൻ മനസ്സിൽ വിചാരിച്ചു ഞാൻ ഒരു പണിയില്ലാതെ ഇരിക്കണം, അറിഞ്ഞുകൊണ്ട് വന്നാണ്. ഇതോട് മാത്രമല്ല, അവിടെ കുറെ കാലം ഓടാതെ പറഞ്ഞ പ്രൊജക്ടർ വരെ നമ്മൾ ഓണാക്കി വെച്ചിട്ടുണ്ട്, ലൈറ്റും കെടുത്തിക്കാണ്. അല്ല ചങ്ങായ റബീബിന് ഇറങ്ങി ഓനെ ഞങ്ങൾക്കൊരു പണി എന്നാണ് കടയിലവിടെ വെറുതെ ഇരിക്കാറുണ്ട്. നിങ്ങക്ക് ഓൻ പറഞ്ഞത് എടുത്തൊക്കെ നമ്മൾ സഹായിക്കും. റബീബിനെ ചെപ്പോന്റെ കൈമ കിട്ടിക്കണെങ്കിണ്ടല്ലോ അങ്ങനെ നല്ല ചെക്കൻ നമ്മൾ എടുത്തൊക്കെ ഫുള്ളാണ് സഹായിച്ചിട്ട്. അത് കേൾക്കുന്നത് മറ്റേ ഡയലോഗ് ഓർമ്മ തന്നെ, നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. അപ്പൊ അടുത്ത ഇൻട്രസ്റ്റിംഗ് ചലഞ്ച് കമന്റ്. അപ്പൊ ഓക്കെ, എന്നാ ബൈ.